പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, ഇന്നലെ നമ്മൾ മ്യൂച്വൽ ഫണ്ടുകൾ എന്ന സുരക്ഷിതമായ വഴിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. എന്നാൽ നിങ്ങളിൽ ചിലർക്ക് കുറച്ചുകൂടി സാഹസികമായി സ്വന്തമായി പഠിച്ച് ഇഷ്ടമുള്ള കമ്പനികളിൽ നേരിട്ട് നിക്ഷേപിക്കാൻ താല്പര്യമുണ്ടാകും. ഇന്ത്യയുടെ വളർച്ചയുടെ ഭാഗമായ റിലയൻസ്, ടാറ്റ, ഇൻഫോസിസ് പോലുള്ള വലിയ കമ്പനികളുടെ ഒരു ചെറിയ ഉടമയാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾക്കാണ്. ഒരു പ്രവാസിക്ക് എങ്ങനെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിയമപരമായി നിക്ഷേപം നടത്താം, അതിന് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളതെന്ന് നമുക്കിന്ന് ചർച്ച ചെയ്യാം. സ്റ്റോക്കുകളിൽ നേരിട്ട് നിക്ഷേപിക്കുന്നത് ഉയർന്ന വരുമാനം നൽകാൻ സാധ്യതയുള്ള ഒന്നാണ്. പക്ഷേ അതേസമയം ഉയർന്ന നഷ്ടസാധ്യതയുമുണ്ട്. പലരും ശരിയായ പഠനം നടത്താതെ ആരെങ്കിലും പറയുന്ന ടിപ്പുകൾ കേട്ട് പണം നിക്ഷേപിച്ച് കൈപൊള്ളിയവരാണ്. അതോടൊപ്പം ഒരു പ്രവാസിക്ക് എങ്ങനെ ഇതിൽ പങ്കാളികളാകാം എന്നതിനെക്കുറിച്ച് പലർക്കും വ്യക്തമായ ധാരണയുമില്ല. സാധാരണക്കാർക്ക് ഇതൊക്കെ പറ്റുമോ? ഇതിന് ഒരുപാട് പേപ്പർ വർക്കുകൾ വേണ്ടിവരില്ലേ? ഇത് നിയമപരമാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പലർക്കുമുണ്ട്. ഈ സംശയങ്ങൾക്കെല്ലാമുള്ള ഒരു ഉത്തരമാണ് ഇന്ന് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ഒരു പ്രവാസിക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ 3 കാര്യങ്ങൾ ആവശ്യമാണ്. ഇതിനെ 3-in-1 അക്കൗണ്ട് എന്നാണ് പറയുന്നത്. ആദ്യമായിട്ട് NRE ഓർ NRO അക്കൗണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചതാണ്. സ്റ്റോക്ക് വാങ്ങാനും വിൽക്കാനുമുള്ള പണം ഈ അക്കൗണ്ട് വഴിയാണ് കൈകാര്യം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വിദേശത്തുള്ള ഒരു പണമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ NRE അക്കൗണ്ടും, ഇന്ത്യയിലുള്ള ഒരു പണമാണെങ്കിൽ NRO അക്കൗണ്ടും ഇതിലേക്ക് ലിങ്ക് ചെയ്യാം. അടുത്തതായിട്ട് വേണ്ടതാണ് ഡിമാറ്റ് അക്കൗണ്ട്. നിങ്ങൾ വാങ്ങുന്ന സ്റ്റോക്കുകൾ ഇലക്ട്രോണിക് രൂപത്തിൽ സുരക്ഷിതമായി സൂക്ഷിക്കുന്ന ഒരു അക്കൗണ്ടാണിത്. പണ്ട് കാലത്ത് ഷെയർ സർട്ടിഫിക്കറ്റുകൾക്ക് പകരമുള്ള ഒരു ഡിജിറ്റൽ ലോക്കറാണിത്. അടുത്തതായിട്ടുള്ളതാണ് ട്രേഡിംഗ് അക്കൗണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും സ്റ്റോക്കുകൾ വാങ്ങാനും വിൽക്കാനും ഓർഡർ നൽകാനും ഉപയോഗിക്കുന്ന അക്കൗണ്ടാണിത്. ഇത് നിങ്ങളെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഇടനിലക്കാരനാണ്. ഈ അക്കൗണ്ടുകളും ഒരുമിച്ച് റെഡിയാക്കി തരുന്ന ഒരുപാട് ബ്രോക്കർമാർ ഉണ്ട്. സെറോദ, അപ്സ്റ്റോക്ക്, ICICI ഡയറക്ട്, HDFC സെക്യൂരിറ്റീസ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായി തന്നെ ഒരു PIS അക്കൗണ്ടിനായി അപേക്ഷിക്കാം. ഇതിനായി നിങ്ങളുടെ പാസ്പോർട്ട്, വിസ, പാൻ കാർഡ് തുടങ്ങിയ രേഖകൾ ആവശ്യമായിട്ട് വരും. ഏതൊരു സ്റ്റോക്കിലും നിക്ഷേപിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുക. ഒരു കമ്പനിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് ആ കമ്പനിയുടെ ബിസിനസ് എന്താണെന്ന്, അവരുടെ സാമ്പത്തിക നില എങ്ങനെയാണെന്നും, ഭാവിയിലെ ആ കമ്പനിയുടെ വളർച്ച സാധ്യതകളെ കുറിച്ചൊക്കെ സ്വന്തമായിട്ട് പഠിക്കുക. ഒറ്റയടിക്ക് കൊണ്ട് ഒരു സ്റ്റോക്കിൽ നിക്ഷേപിക്കരുത്. അതേപോലെ നിങ്ങളുടെ മുഴുവൻ സമ്പാദ്യം 1-2 സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുകയും ചെയ്യരുത്. നിങ്ങളുടെ നിക്ഷേപങ്ങളെ പല പല കമ്പനികളുടെ പല സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കുക. ദീർഘകാലത്തേക്ക് ചിന്തിക്കുക. ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്നത് ഒരു 2020 കളിയല്ല, ഒരു ടെസ്റ്റ് മാച്ചാണ്. ഇന്ന് വാങ്ങി നാളെ വിറ്റ് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. നല്ല കമ്പനികളിൽ ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കുക. നഷ്ടം സഹിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. മാർക്കറ്റ് എപ്പോഴും മുകളിലേക്ക് പോകണമെന്നില്ല. താൽക്കാലികമായി ചിലപ്പോൾ നഷ്ടങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതിൽ ഭയപ്പെടാതെ ക്ഷമയോടുകൂടി കാത്തിരിക്കണം. ഇങ്ങനെ സ്വന്തമായി പഠിച്ച് നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവർക്ക് വലിയ സമ്പത്ത് സൃഷ്ടിക്കാൻ ഈ സ്റ്റോക്ക് മാർക്കറ്റുകൾ അവസരം നൽകാറുണ്ട്. പക്ഷേ ഒന്നോർക്കുക, ഉയർന്ന വരുമാനത്തിന്റെ പോലെ തന്നെ ഉയർന്ന നഷ്ട സാധ്യതയും ഇവിടെയുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാം. നാളെ നമ്മൾ മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നിക്ഷേപമായ സ്വർണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്.